വെറുതെ അല്ല ഓരോ മിനിറ്റിലും ഫോളോവേഴ്സ് കൂടുന്നത്. നിങ്ങൾ ഈ ഗ്രാഫ് കണ്ടായിരുന്നോ? കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിനെ കുറിച്ചുള്ള ഗ്രാഫാണ്. ഇതിൽ 49% ആളുകളും പാകിസ്ഥാനിൽ നിന്നാണ്, 14% ആളുകൾ USA നിന്ന്, 14% ആളുകൾ ബംഗ്ലാദേശിൽ നിന്ന്, അതും കഴിഞ്ഞ് വെറും 9% ആളുകൾ മാത്രമാണ് ഇന്ത്യയിൽ നിന്ന്. കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അതുമാത്രമല്ല, ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് ദുബ്കെ താമസിക്കുന്നത് അമേരിക്കയിലാണ്. അദ്ദേഹം അവിടെ പഠിച്ച് അതിൻ്റെ കൂടെ ജോലിയൊക്കെ ചെയ്യുന്നു. ഇദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസ വരുമാനം ഉണ്ടാവും. ഇനി അർപ്പിത് ശർമ്മ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ AAPയുടെ നേതാവായിരുന്നു. അർപ്പിത് ഓസ്ട്രേലിയയിൽ ഒരു എഞ്ചിനീയർ ആണ്. ഇനി ധ്രുവ് റാഠി ജർമ്മനിയിലാണ് താമസിക്കുന്നത്. യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ ചാനലുകളിലൂടെയുള്ള പണം അടച്ചുള്ള പ്രമോഷനുകൾ അടക്കം ധ്രുവ് റാഠിക്ക് പ്രതിമാസം വരുമാനം കോടികളാണ്. ഒപ്പം ജർമ്മനി സെറ്റിലാണ്. ജർമ്മൻകാരിയായി ഭാര്യയും കുഞ്ഞും കുടുംബമൊക്കെ ഒത്ത് സുഖജീവിതം നയിക്കുന്നു. അവധിക്കാലം ആഘോഷിക്കാൻ ലോകമെമ്പാടുമുള്ള എല്ലാ സ്ഥലങ്ങളിലും പോകുന്നു. ഈ 3 പേരിൽ ആരും അവരുടെ ബിസിനസ്സുകളൊക്കെ ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് തെരുവിൽ സമരം നടത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല. പോലീസിന്റെ ലാത്തിയടി വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. പോലീസ് വെടിയുണ്ടകൾ ഏറ്റുവാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. അവരെല്ലാവരും അവരുടെ കുടുംബത്തോടൊപ്പം നന്നായിട്ട് സ്ഥിരതയുള്ള കരിയർ ആസ്വദിക്കുകയും വരുമാനം സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യൻ വിദ്യാർത്ഥികളൊക്കെ പഠനം ഉപേക്ഷിച്ച് അവർ കലാപങ്ങളിലും പ്രതിഷേധങ്ങളിലൊക്കെ ഏർപ്പെട്ട് അവരുടെ ഭാവി അപകടത്തിലായി അവസാനം ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റാതായി അവരുടെ കരിയറൊക്കെ ഇല്ലാതാക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. എന്നിട്ടോ ഈ 3 പേരും അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പൊക്കെ ജീവിതം ആസ്വദിക്കുന്നു. സോഷ്യൽ മീഡിയ ദശലക്ഷക്കണക്കിന് ഡോളർ സമ്പാദിക്കുന്നു. ഇങ്ങനെ ചിലർ കോക്രോച്ച് പാർട്ടിക്കെതിരെ പതിവ് പോലെ ദേശദ്രോഹ ആരോപണവും സമൂഹ മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രചരണവുമായിട്ട് എത്തിക്കഴിഞ്ഞു. രാജ്യസുരക്ഷയ്ക്കും പരമാധികാരത്തിനും വെല്ലുവിളിയാണ് എന്ന മട്ടിലാണ് കേന്ദ്ര സർക്കാർ CJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത്. പക്ഷെ ഫോളോവേഴ്സിൽ 94.7% ഇന്ത്യയിൽ നിന്നാണെന്നും ബാക്കിയുള്ളവരാണ് അമേരിക്ക, UK, കാനഡ, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള വിശദീകരണവുമായിട്ട് CJPയുടെ സ്ഥാപകൻ അഭിജിത്ത് ദുബ്കെ എത്തിക്കഴിഞ്ഞു. അയൽ രാജ്യങ്ങളിലേതുപോലെയുള്ള ജൻസി പ്രക്ഷോഭമോ അട്ടിമറിയോ തങ്ങളുടെ ലക്ഷ്യമല്ലെന്ന് CJP പറയുന്നുണ്ടെങ്കിലും BJPയുടെ പേടി മാറുന്നില്ല. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയിൽ അരാജകവാദികളും രാഷ്ട്രീയ താല്പര്യമുള്ളവരും ഒക്കെ ഉണ്ടാകാം. പക്ഷെ അവർക്കൊരു രാഷ്ട്രീയ ചട്ടക്കൂടോ പ്രത്യയശാസ്ത്രമോ എടുത്തു പറയാനൊരു രാഷ്ട്രീയ ലക്ഷ്യം പോലും ഇല്ല. ഒരു പരിധിവരെ രോഷാകുലരായ സമൂഹ മാധ്യമ ആൾക്കൂട്ടം. പക്ഷെ അവർ പറഞ്ഞത് മറ്റു പലരും പറയാൻ ആഗ്രഹിച്ചിരുന്നായിരുന്നു. പ്രത്യേകിച്ച് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ആവർത്തിച്ചതിൻ്റെ നിരാശയുണ്ടായിരുന്നു. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. തൊഴിൽ രഹിതരും സമൂഹ മാധ്യമ വിവരാവകാശ പ്രവർത്തകരുമായ യുവാക്കളെ പരാമർശിച്ച കോടതി ഈ രാജ്യത്ത് സമൂഹ മാധ്യമങ്ങളിലും പുറത്തും വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുകയും ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും ആക്രമിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവരെ ഇത്ര കടന്നാക്രമിച്ചതായി കണ്ടിട്ടുണ്ടോ? CJPക്ക് രാഷ്ട്രീയ ലക്ഷണങ്ങളില്ലെങ്കിലും ലക്ഷ്യങ്ങൾ രാഷ്ട്രീയമാണ്. ജനാധിപത്യ മതേതര വിശ്വാസികൾ പണ്ടേ മുന്നറിയിപ്പ് നൽകിയ കാര്യങ്ങളാണ് പറയുന്നത്. മുൻ ആം ആദ്മി പ്രവർത്തകനായിരുന്ന അഭിജിത്ത് അത് യുവാക്കളെ ഉണർത്തുന്ന രീതിയിലും സാങ്കേതിക മികവോടെ അവതരിപ്പിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു സമരമഴയ്ക്ക് കുരുത്ത ആം ആദ്മിയുടെ തള്ളിക്കയറ്റത്തിന്റെ ലക്ഷണങ്ങൾ ഇതിനുമുണ്ട്. വികാരജീവികളുടെ തള്ളിക്കയറ്റമുണ്ട്. രാഷ്ട്രീയ ഭാവി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ആരോപണ നിഴലിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സർക്കാരിന് വേണ്ടി ഓടി നടക്കുന്ന അന്വേഷണ ഏജൻസികൾ, അഴിമതിക്കാരെ റെയ്ഡ് നടത്തി BJPയിൽ എത്തിച്ച് വെളുപ്പിക്കുന്ന കാപട്യം, വർഗീയ ധ്രുവീകരണത്തിനായുള്ള ന്യൂനപക്ഷ വിരുദ്ധത തുടങ്ങിയവയിൽ പ്രതിഷേധമുള്ളവർ CJP മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങളിൽ ആകൃഷ്ടരായിട്ടുണ്ടെന്നുള്ളതിൽ സംശയമില്ല. മുഴുസമയ നേതാവില്ലാത്ത കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിപ്പുകേടുകൾ, ഇന്ത്യ മുന്നണിയുടെ തമ്മിലടി എന്നിവയിൽ നിരാശരായവർക്കും CJP ഒരു ആശ കൊടുക്കുന്നുണ്ട്. BJPയുടെ ഹിന്ദുത്വ ആശയങ്ങളെ എതിർക്കുന്നവരിൽ വലിയൊരു വിഭാഗത്തിന് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഇസ്ലാമിക തീവ്രവാദം വളരുമെന്നൊരു ആശങ്കയുണ്ട്. ഇത്തരം ആശയക്കുഴപ്പങ്ങളുടെ വളക്കൂറുള്ള മണ്ണിലേക്കാണ് CJPയുടെ വരവ്. അത് എത്ര നാൾ നിലനിൽക്കുമെന്ന് അവർക്ക് പോലും അറിയില്ലെങ്കിലും